Hi friends, welcome back to Creative Views. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഗുജറാത്തി സ്റ്റൈൽ സാരി ഡ്രപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ എടുത്തേക്കുന്നത് സിൽക്ക് സാരിയാണ്. അപ്പോൾ അത് റൈറ്റ് ഭാഗത്ത് സിൽക്ക് സാരിയുടെ എൻഡ് ഭാഗം വരുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതനുസരിച്ച് റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങി സാരി പൗഡറിൽ ടക്ക് ചെയ്ത് ഒരു കറക്കം കറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ബാക്കിലും കൂടി സാരി പൗഡറിലോട്ട് സാരി ടക്ക് ചെയ്ത് കൊടുക്കുക. ഇനി എടുക്കേണ്ടത് മുന്താണിയാണ്. അപ്പോൾ മുന്താണി ഭാഗം എടുക്കുമ്പോൾ ഇത് ബോർഡർ സാരി ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ കാണുന്ന ബോർഡർ ഉണ്ടല്ലോ, ആ ബോർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പ്ലീറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ ബോർഡർ സാരി അല്ലാത്ത സാരീസും എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ചെറിയ പ്ലീറ്റ്സ് എടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഞാൻ ബോർഡറിൻ്റെ സൈസ് വെച്ചിട്ടാണ് സാരിയുടെ മുന്താണി പ്ലീറ്റ്സ് എടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ എൻഡ് ഭാഗം ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴോട്ടുള്ള സാരിയുടെ പ്ലീറ്റ്സ് കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് പിടിക്കുക. അതിനുശേഷം അടുത്ത സേഫ്റ്റി പിന്നു കൂടി അതിൽ കുത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് സാരി സ്റ്റൈൽസൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സിൽക്ക് സാരി, സോഫ്റ്റ് സിൽക്ക് സാരീസ് ആയിരിക്കും കുറച്ചും കൂടി സ്യൂട്ടായിട്ട് വരുന്നത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഈ പിന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമ്മളുടെ ലെഫ്റ്റ് ഭാഗത്ത് കൂടെ ചുറ്റിയിട്ട് ബാക്കിലൂടെ റൈറ്റ് ഷോൾഡർ വഴി ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ മുന്താണി ഭാഗം ഇടുന്നത്. ഇപ്പോൾ ബാക്ക് വശം ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ, പ്ലീറ്റ്സ് ഇതുപോലെ കിടക്കുന്നുണ്ടാകും. പിന്നെ ഇതിൻ്റെ ഈ മുന്താണി ഭാഗം ഉണ്ടല്ലോ, ഈ മുന്താണി ഭാഗത്തിന് അധികം ഇറക്കം വേണ്ട. അപ്പോൾ നമുക്കിനി ഫ്രണ്ടിലുള്ള പ്ലീറ്റ്സ് എടുക്കാം. അപ്പോൾ മുന്താണി നമ്മൾ ചെറുതാണ് എടുത്തത്, അതുകൊണ്ട് നമുക്ക് സാരിക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പ്ലീറ്റ്സ് തന്നെയാണ് ഫ്രണ്ടിലോട്ടുള്ള സാരിയുടെ പോർഷനിൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്ലീറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ സാരി ഉടുക്കുമ്പോൾ നമ്മളുടെ ഇടത് ഭാഗത്തോട്ട് കണക്കാക്കിയിട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് കുത്തുക. പക്ഷേ ഇതിലങ്ങനെയല്ല, ഇതിൽ നേരെ തിരിച്ചിട്ടാണ്. അതായത് ഇതിനകത്തെ പ്ലീറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ഭാഗത്തോട്ടാക്കിയിട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് കുത്തുക. ഇപ്പോൾ റൈറ്റിലെ ഒരു പ്ലീറ്റ് വിട്ടിട്ട് ആ ഭാഗം സാരി പവടിലോട്ട് ടക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തേക്കുന്ന പ്ലീറ്റ്സ് ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ പ്ലീറ്റ് നമുക്ക് കിട്ടുന്നില്ല, അപ്പോൾ ആ പ്ലീറ്റ് അങ്ങോട്ട് വിടാം. ബാക്കിയുള്ള പ്ലീറ്റ്സ് കൂടി ഒന്ന് നല്ലപോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളുടെ സാരി പവടിലോട്ട് ആ പ്ലീറ്റ്സ് ഒതുക്കി കുത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ടക്ക് ചെയ്യുമ്പോൾ മുഴച്ചിരിക്കാതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ നമ്മൾ അകത്തോട്ട് സാരി പൗഡറുടെ അകത്തോട്ട് കുത്തിയിട്ടുള്ള സാരിയുടെ ഭാഗം മുളച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു പിന്ന് മുകളിൽ തന്നെ കുത്തി കൊടുക്കുക. അപ്പോൾ ഈ പിന്ന് മുകളിൽ കൂടി കുത്തിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം അത് കവേർഡായി പോയിക്കോളും. സാരിയുടെ ബാക്ക് വശം പ്ലീറ്റ്സ് ഇതുപോലെ തന്നെ ആയിരിക്കും വരുന്നത്. ഇനി താഴോട്ടുള്ള ഭാഗം കൂടി ഒന്ന് ആ പ്ലീറ്റ്സിൻ്റെ ഭാഗം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിലെ പ്ലീറ്റ് നമ്മൾ റൈറ്റ് ഷോൾഡർ ഇട്ടിട്ടുള്ള ഫ്രണ്ടിലെ പ്ലീറ്റിൽ രണ്ടാമത്തെ പിന്നഴിച്ചിട്ട് അത് ഒന്ന് ആ സാരിയുടെ പ്ലീറ്റ്സ് ഒന്ന് ശരിയാക്കി വെക്കുക. ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അത് സാരിയുടെ ബ്ലൗസിലോട്ട് പിൻ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ നമ്മളൊരു കുത്തിയിട്ടില്ലൊരു പിന്ന്, ആ പിന്നും കൂടി അഴിക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ലാസ്റ്റ് വരുന്ന പ്ലീറ്റ്, അതായത് നമ്മുടെ ബോർഡറിൻ്റെ ഭാഗം വരുന്ന പ്ലീറ്റ് ലെഫ്റ്റ് സൈഡിലൂടെ എടുത്തിട്ട് ബാക്ക് വശത്ത് സാരിയുടെ ബ്ലൗസിലോട്ട് പിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സാരി ഉടുത്തിഴുമ്പോൾ ഉണ്ടാവുക. കല്യാണ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും ഇങ്ങനെ എടുത്തിട്ട് പോകാനായിട്ട്. പിന്നെ നമ്മളിങ്ങനത്തെ സാരി ഡ്രേപ്പിംഗ് ഒക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാരി ഡ്രേപ്പിംഗ് എന്തായാലും ട്രൈ ചെയ്യണം. ഇനി ഇതാ ഈ ബാക്കിലോട്ടുള്ള ഈ പ്ലീറ്റ് ഇങ്ങനെ വീണ് വരുന്നുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബാക്കിലെ പ്ലീറ്റ്സ് ഒന്ന് ഒരു പിൻ വെച്ചിട്ട് ബാക്ക് സൈഡ് ബ്ലൗസിലോട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക ഒരു പിൻ വെച്ചിട്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കും. കണ്ടില്ല, ഇതാവുമ്പോൾ അവിടെ ഒതുങ്ങിയിരുന്നുള്ളൂ. അങ്ങനെ സാരിയുടെ ലാസ്റ്റ് പ്ലീറ്റ് അത് കഴുത്തിലോട്ട് കയറി വരാതിരിക്കാനായിട്ട് ഒരു പിന്ന് കുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ പ്ലീറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിനകത്ത് ആ ബോർഡറിൻ്റെ ഭാഗം ഒന്ന് പൊക്കിയിട്ട് ബാക്കിയുള്ള പ്ലീറ്റ്സോട് കൂടി സാരിയുടെ ബ്ലൗസിലോട്ട് ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ വീണ് കിടക്കും. ഇനി നമ്മൾ ഇതുപോലത്തെ സാരി ഡ്രേപ്പിംഗ് ഒക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത്
നമുക്കൊരു അരപ്പട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഭംഗിയായിരിക്കും കാണാൻ. നമ്മുടെ അടുത്ത് ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി ഡ്രപ്പിംഗ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത സാരി ഡ്രപ്പിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.